സെക്കൻഡ് ഡേ ഓഫ് റമലാൻ. എങ്ങനെ ഉണ്ടായിരുന്നു നോമ്പൊക്കെ? എല്ലാവരും ഉഷാറല്ലേ? എൻ്റെ ഉഷാറായി പോന്നു, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫസ്റ്റത്തെ 2 ദിവസമൊക്കെ നോമ്പ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെ ഞാൻ ഡയറ്റ് ചെയ്ത് വരുന്നത് കാരണം ഫുഡ് കുറഞ്ഞുകൊണ്ട് വലിയ ബുദ്ധിമുട്ടിരിക്കില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഡിഷ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഞാൻ നോമ്പ് പറക്കുമ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്രെഡ് പോക്കറ്റ് ആണ് കേട്ടോ. മക്കൾക്കും ഒക്കെ നോമ്പുണ്ട്, അപ്പോൾ അവർക്ക് ബ്രെഡ് പോക്കറ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് ആ സെയിം ബ്രെഡ് പോക്കറ്റിൻ്റെ അത് വെച്ചിട്ട് ഞാൻ എനിക്ക് വീറ്റ് ബ്രെഡിൻ്റെ സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡ് പോക്കറ്റ് ആകുമ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കണമല്ലോ. അപ്പോൾ എനിക്ക് അത് ചെയ്യുന്നില്ല. അതിൻ്റെ സെയിം ഇത് വെച്ചിട്ട് എനിക്ക് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അതായത് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് നോക്കാം. ബ്രെഡ് പോക്കറ്റും എങ്ങനെ ചെയ്യുന്നുള്ളത് കാണിക്കാം, അതുപോലെ തന്നെ സാൻഡ്വിച്ചും എങ്ങനെ ചെയ്യുന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഏർലി മോർണിംഗ് ആണ് കേട്ടോ. അത്താഴം കഴിക്കാൻ വേണ്ടി എണീച്ചതാണ്. അപ്പോൾ അവരെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ലാസ്റ്റ് കിടക്കണതിന് മുമ്പ് ഞാൻ കുറച്ച് വെള്ളം കുടിക്കാൻ പറഞ്ഞതാണ് രണ്ടുപേരോടും. അപ്പോൾ അതാ രണ്ടുപേരും വെള്ളം കുടിക്കുകയാണ്. അതിനുശേഷം ഞാൻ എൻ്റെ ഫുഡ് കഴിക്കാൻ നിൽക്കുകയാണ്. ഞാനിതാ ഓംപ്ലേറ്റും പ്ലസ് ഒരു അവക്കാഡോ സ്മൂത്തിയാണ് കേട്ടോ ഞാൻ അത്താഴത്തിന് കഴിച്ചത്. പിന്നെ ഞാൻ നോമ്പ് പറക്കാനുള്ള ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി നിന്നത് ഒരു ഉച്ച കഴിഞ്ഞിട്ടാണ് കേട്ടോ. 2 മണി 2:30 ഗ്യാപ്പിലാണ് ഞാൻ നിന്നത്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ ബ്രെഡ് പോക്കറ്റും പുട്ടും അതുപോലെ തന്നെ ബീഫ് കറിയാണ് കേട്ടോ. അപ്പോൾ ബ്രെഡ് പോക്കറ്റിനുള്ള ഐറ്റംസ് ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഇതാ ചെറുതായിട്ട് ഇതുപോലെ അരിഞ്ഞ് എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഞാൻ കുക്കുംബറാണ് ചെറുതാക്കി അരിയണത്. ചെറുതാക്കി തന്നെ അരിയണം കേട്ടോ. നമ്മൾ പോക്കറ്റിൽ വെക്കുമ്പോൾ വലുതായിട്ടുണ്ടെങ്കിൽ നമുക്കത് ഉള്ളിൽ കയറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറുതാക്കി തന്നെ അരിയുക. അതിനുശേഷം എന്താ ക്യാപ്സിക്കം അരിയുക, പിന്നെ സവാള അരിഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ ഗാർലിക്കും അരിഞ്ഞിട്ടുണ്ട്. നാളെ നോമ്പ് എടുക്കണ്ട, നാളെ നോമ്പ് എടുക്കണ്ട, നാളെ സ്കൂളുണ്ടല്ലോ. നീ 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 ഇനിയിപ്പോ 2 നോമ്പ് എടുത്തില്ലേ? നീ 2 നോമ്പ് ക്യാൻസൽ ചെയ്യാ, എന്നിട്ട് 2 നോമ്പ് എടുക്കുക. ഇത് ടയേർഡ് ആവൂലേ? നോമ്പ് എടുക്കണാ? ട്രൈ ചെയ്ത് നോക്ക്, പറ്റൂലെങ്കിലും മുറിക്കണം കേട്ടാ. നോമ്പ് എടുക്കാൻ ഹാപ്പിയാണ്? ഓക്കെ. ഇതിപ്പോൾ മൂപ്പർക്ക് നാളെ നോമ്പ് എടുക്കണം. നാളെ നോമ്പ് എടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ സ്കൂളിലുണ്ട് നാളെ, അപ്പോൾ അതുകൊണ്ട് നോമ്പ് എടുക്കണ്ട പറഞ്ഞിരുന്നു. പക്ഷേ നോമ്പ് എടുക്കണം എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ സമ്മതിച്ചപ്പോൾ മൂപ്പർക്ക് ഭയങ്കര ഹാപ്പി ആയിക്കണം. അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ 2 നോമ്പ് എടുത്തു കേട്ടോ ചെറിയ ആള്. അങ്ങനെ ഞാനിതാ മൈന്യൂസ് റെഡിയാക്കാണ് കേട്ടോ. മൈന്യൂസ് ഞാൻ ഒലിവ് ഓയിലാണ് റെഡിയാക്കുന്നത്. ഒലിവ് ഓയിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് കേട്ടോ മൈന്യൂസ് ഉണ്ടാക്കുന്നത്. ഞാൻ മുട്ട ഇട്ടു, കുരുമുളക് പൊടി ഇട്ടു, പിന്നെ ഗാർലിക്ക് 2 ഇതിട്ടു, പിന്നെ ചെറുനാരങ്ങയുടെ നീര് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നന്നായിട്ടൊന്ന് അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഞാൻ യൂസ് ചെയ്യുന്ന ഒലിവ് ഓയിൽ വെർജിൻ ഒലിവ് ഓയിലാണ് കേട്ടോ. വെർജിൻ ഒലിവ് ഓയിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യണം. ഇങ്ങനെ നമ്മൾ ഡയറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എക്സ്ട്രാ വെർജിൻ ഒലിവ് ഓയിൽ, റിഫൈൻഡ് ആയിട്ടുള്ളത് യൂസ് ചെയ്യാതിരിക്കാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു 4-5 ടേബിൾ സ്പൂണ് ഓളായിരിക്കും ഞാനിത് ഒഴിച്ചു കൊടുത്തത് ഒരു മുട്ടയ്ക്ക്. അപ്പോൾ അങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കട്ടിയായിട്ട് വരും. വല്ലാണ്ട് കട്ടിയാക്കണില്ല ഞാൻ, ഒരു നോർമൽ രീതിയിലുള്ള ഒരു കട്ടിയാക്കിയിട്ടാണ് ഞാൻ ഈ മയോണൈസ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ മയോണൈസ് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനത് മസാല റെഡിയാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് പാൻ ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, ചൂടായിട്ടുണ്ട്. അതിലോട്ട് ഒലിവ് ഓയിൽ തന്നെയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തത്. അതിലോട്ട് ഗാർലിക്ക് ഇട്ട് കൊടുത്തു. ഗാർലിക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് മൂക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഗാർലിക്ക് നന്നായിട്ടൊന്ന് മൂത്ത് വന്നതിന് ശേഷം ഞാനിതാ സവാള ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കുകയാണ്. സവാളയുടെ കൂടെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണുണ്ട് കേട്ടോ. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അങ്ങനെ സവാളി നന്നായിട്ട് വഴറ്റി വന്നതിന് ശേഷം ഞാനിതാ ക്യാപ്സിക്കും അതേപോലെ ക്യാരറ്റും വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അതും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ ഒരു പച്ച കുത്ത് മാറണം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഉപ്പ് ആവശ്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ക്യാരറ്റിനും ക്യാപ്സിക്കത്തിനും ഉപ്പ് ഒന്നും കൂടെ ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ക്യാപ്സിക്കം ഒക്കെ റെഡിയായി, ക്യാപ്സിക്കം ക്യാരറ്റൊക്കെ റെഡിയായി. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ക്യാപ്സിക്കം ക്യാരറ്റും റെഡി ആയാൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം കുക്കുംബർ ഇട്ട് കൊടുക്കാൻ. നമുക്ക് കുക്കുംബർ വല്ലാണ്ട് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അതിനുശേഷം ഞാനിതാ കുരുമുളകും ഉപ്പും ഇട്ടിട്ടുള്ള ബ്രസ്റ്റ് പീസ് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു കുക്കറിൽ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് ഷ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ കൈയിട്ട് ഷ്രെഡ് ചെയ്യുന്നേക്കാളും നല്ലത് ഇതേപോലെ കത്തിയിട്ട് ഇങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ നമുക്ക് നന്നായിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് കിട്ടും, ഷ്രെഡായിട്ട് തന്നെ കിട്ടും കേട്ടോ. അതും ഞാൻ ഈ മസാലയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതങ്ങോട്ട് സൈഡിലോട്ട് മാറ്റി വെച്ചു. പിന്നെ ഞാനിന്ന് ചീസ് സമൂസ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചീസ് സമൂസ ആദ്യം പൊരിക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും ബ്രെഡ് പോക്കറ്റിലുള്ള ബ്രെഡും പൊരിക്കണമല്ലോ. അപ്പോൾ ബ്രെഡ് പൊരിക്കുന്നതിൻ്റെ മുമ്പേ ചീസ് സമൂസ അങ്ങോട്ട് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് പൊരിക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ സമൂസ പൊരിച്ചതിന് ശേഷം ഞാൻ ബ്രെഡ് പോക്കറ്റിലുള്ള സംഭവങ്ങൾ ബാക്കിയുള്ളത് റെഡിയാക്കാൻ വേണ്ടി നിന്നു. ഇതാ നമ്മൾ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലോട്ട് ഞാനിതാ മയോണൈസ് റെഡിയാക്കി വെച്ചിട്ടുള്ള മയോണൈസ് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടെടുത്തു കേട്ടോ. പിന്നെ ഉപ്പ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം മയോണൈസിൽ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട്, അതുപോലെ ചിക്കനിൽ ഉപ്പ് ഇടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഉള്ളി വഴറ്റിയതിൽ ക്യാരറ്റ് ഒക്കെ ഉണ്ടാക്കിയാലൊക്കെ ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ശ്രദ്ധിച്ചിട്ട് വേണം ഇടാൻ കേട്ടോ. അങ്ങനെ അവിടെ മസാല റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാനിതാ ഒരു ബ്രെഡ് പീസ് എടുത്തിട്ട് ഒന്ന് റോളർ വെച്ച് റോൾ ചെയ്ത് കൊടുത്ത് ഒന്ന് അമർത്തി കൊടുത്ത് അതിന് ശേഷം ഇതുപോലെ ഒരു ടോപ്പ് എടുത്തിട്ട് അതൊന്ന് വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ. അങ്ങനെ ബ്രെഡ് കട്ട് ചെയ്ത് ഇരിക്കുമ്പോഴാണ് ഞാനൊന്ന് ഓർത്തത്, നമ്മൾ സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത് ഡയറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതും ഇതുപോലെ ബ്രെഡ് പോക്കറ്റ് ആക്കിയാൽ എന്താ എന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഒരു ഐഡിയ മനസ്സിൽ തോന്നിയപ്പോൾ അതുപോലെ ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അത് ഓയിലൊന്നും അധികം യൂസ് ചെയ്യാതെ മുക്കി പൊരിക്കാതെ നമുക്കും ഉണ്ടാക്കാം ഇതുപോലെ ബ്രെഡ് പോക്കറ്റ് എന്ന് വിചാരിച്ചിട്ട് ഞാനിതാ 2 പീസ് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ സെയിം ഇതിൽ വട്ടത്തിൽ കട്ട് ചെയ്തിട്ട് എടുത്തു കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ, ഇവരൊക്കെ ബ്രെഡ് പോക്കറ്റ് കഴിക്കുമ്പോൾ നമുക്കും കഴിക്കാമല്ലോ ബ്രെഡ് പോക്കറ്റ്. അങ്ങനെ വിചാരിച്ച് ഞാനിതാ എനിക്ക് എൻ്റെ ബ്രെഡും ഞാൻ കട്ട് ചെയ്ത് വെച്ചു. ആദ്യം ഞാൻ വിചാരിച്ചത് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്നാണ്, പക്ഷേ ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് തലയിൽ മിന്നിയത്. അപ്പോൾ അതാ ഞാൻ അരികൊക്കെ ബ്രെഡ് കട്ട് ചെയ്തതിൻ്റെ അരികൊക്കെ എടുത്തിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്യുന്നുണ്ട്. ക്രംസ് ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ബ്ലെൻഡ് ചെയ്യുന്നത്. അങ്ങനെ ഇതാ ഞാൻ ബ്രെഡ് പോക്കറ്റിനുള്ള പോക്കറ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് വേണ്ടി ഞാനിതാ എഗ്ഗ് ഇവിടെ എടുത്തിട്ടുണ്ട്. എഗ്ഗ് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 2 പീസ് വട്ടത്തിൽ കട്ട് ചെയ്തത് ഒരുമിച്ച് എടുത്തിട്ട് സൈഡ് ആദ്യം ഞാൻ ഇതേപോലെ മുക്കി കൊടുക്കും എഗ്ഗിൽ, എന്നിട്ടാണ് സെൻറ്റർ മുക്കി കൊടുക്കുക. അപ്പോൾ എന്നിട്ട് അങ്ങനെ സൈഡ് മുക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങോട്ട് ജോയിൻ്റ് ആവുമല്ലോ ഈ 2 ഇതും കൂടി. എന്നിട്ട് ഞാൻ ബ്രെഡ് ക്രംസ് ഇടുന്ന സമയത്ത് നന്നായിട്ടൊന്ന് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുക്കും. അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ അങ്ങനെ എല്ലാ ബ്രെഡും ഇതുപോലെ ചെയ്തിട്ട് എടുത്തിട്ടാണ് ഞാൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നിന്നത് കേട്ടോ. ഞാൻ എൻ്റെ ബ്രെഡ് ഇതുപോലെ ക്രംസ് ഒന്നും കോട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് എഗ്ഗിൽ മാത്രം ഡിപ്പ് ചെയ്തിട്ടാണ് പൊരിക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ഐഡിയ കിട്ടിയപ്പോൾ അതുമാതിരി ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ പാന് ചൂടാക്കിയിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്തത്. ഒരു പൊടിക്ക് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ എൻ്റെ 2 ബ്രെഡ് എടുത്തു, എഗ്ഗും റെഡിയാക്കിയിട്ട് ആദ്യം സൈഡ് നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്തു എഗ്ഗിൽ. എന്നിട്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുത്തിട്ട് അതൊന്ന് ജോയിൻ്റ് ആക്കി, 2 ബ്രെഡും ജോയിൻ്റ് ആക്കിയിട്ട് അതൊന്ന് ക്ലോസ് ചെയ്തിട്ടെടുത്തു. അതിന് ശേഷമാണ് പിന്നെ ഞാൻ സെൻറ്റർ ഒന്ന് എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് നേരെ പാനിലോട്ട് വെച്ച് കൊടുത്തത് കേട്ടോ. സെൻറ്റർ ഭാഗവും നന്നായിട്ട് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് നന്നായിട്ട് മുക്കിയെടുത്തു ഈ പോക്കറ്റ് ബ്രെഡ്. എന്നിട്ട് ഞാനിതാ പാനിലോട്ട് വെച്ച് കൊടുത്തു. ഷാലോ ഫ്രൈ ആണ് ചെയ്യുന്നത്, ഡീപ്പ് ഫ്രൈ അല്ല. എന്നിട്ട് നന്നായിട്ട് സൈഡൊക്കെ ഒന്ന് അമർത്തി കൊടുത്തു കേട്ടോ. ഒരു ഭാഗം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ടെങ്കിൽ അത് മറിച്ചിട്ടിട്ട് അടുത്ത ഭാഗം കൂടി നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു ഭാഗം നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നപ്പോൾ അടുത്ത ഭാഗം മറിച്ചിട്ട് കൊടുത്തു. എന്നിട്ട് ഇപ്പം ഞാൻ സ്പൂണാണ് എടുത്തത്. സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ആ സൈഡ് ഭാഗം ഒന്ന് നന്നായിട്ട് അമർത്തി കൊടുത്തു, അത് ക്ലോസ് ആവാൻ വേണ്ടിയിട്ടാണ്. മറ്റേതിൽ നമ്മൾ ക്രംസും കൂടി ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒന്ന് പെട്ടെന്ന് തന്നെ ക്ലോസ് ആയി കിട്ടും. ഇതിൽ നമ്മൾ ക്രംസ് ഒന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ, ജസ്റ്റ് എഗ്ഗിൽ മാത്രം ഡിപ്പ് ചെയ്യണല്ലേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ ഞാനിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സെൻറ്ററിൽ. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് എഗ്ഗിലും ഡിപ്പ് ചെയ്ത് തന്നെ നമുക്ക് നന്നായിട്ട് കിട്ടും. ഇപ്പോൾ ഇതാ നമ്മളെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് പൊങ്ങി വരും ചെയ്തിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ അതൊക്കെ കഴിഞ്ഞു, ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്.
അതുപോലെ സമൂസ പൊരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ പോക്കറ്റ്സ്, ബ്രെഡിനുള്ള പോക്കറ്റ്സും എല്ലാം പൊരിച്ചിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ആദ്യം തന്നെ എൻ്റെ പോക്കറ്റാണ് റെഡിയാക്കുന്നത്, ബ്രെഡ് പോക്കറ്റാണ് റെഡിയാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ പൊരിച്ചെടുത്ത പോക്കറ്റ് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി അത് സെൻറ്ററിൽ ജസ്റ്റ് കട്ട് ചെയ്തു. അപ്പോൾ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് നമ്മൾ ബ്രെഡ് പോക്കറ്റിൻ്റെ പോക്കറ്റ് പോലെ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഞാൻ ഇത്രയും നന്നായിട്ട് വൃത്തിക്ക് കിട്ടുമെന്ന് വിചാരിച്ചില്ല. നല്ല അസലായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കി വെച്ച മസാല നിറച്ച് കൊടുത്തു കേട്ടോ. അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ വീട്ടിൽ ബാക്കിയുള്ളവർക്കൊക്കെ എണ്ണയിൽ പൊരിച്ച പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ ഇന്നോവേറ്റീവ് ആയിട്ട് നമുക്കും ഡയറ്റ് ചെയ്യുന്നവർക്കും ഡയറ്റ് ആവുന്ന രീതിയിൽ നമുക്കും ഇതുപോലെ ചെയ്തിട്ടെടുക്കാം കേട്ടോ. എന്താ അടിപൊളിയായിട്ട് നമ്മൾ കറക്റ്റ് ബ്രെഡ് പോക്കറ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക. നമ്മളിങ്ങനെ ഓരോന്ന് ചെയ്യുമ്പോൾ ജസ്റ്റ് മാറി ഒന്ന് ചിന്തിച്ച് നോക്കുക. അപ്പം നമുക്കും ഇതുപോലെ അടിപൊളിയായിട്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ 2 പീസ് ബ്രെഡ് പോക്കറ്റ് ഞാനിത് അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. ഞാൻ തീരെ പ്രതീക്ഷയില്ല നല്ല രീതിയിൽ കിട്ടുന്നുള്ളത്. അപ്പോൾ ഇതാ ഡയറ്റിനൊക്കെ പറ്റിയ അടിപൊളി വീറ്റ് ബ്രെഡിൻ്റെ പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അസലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ വീട്ടിൽ. ഇതാ നമ്മൾ ബ്രെഡ് പോക്കറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാൻ ഒരു പരീക്ഷണം നടത്തിയതാ, പക്ഷെ സക്സസ് ആയിട്ടുണ്ട്. ഡയറ്റ് ചെയ്യുന്നവരെന്താ സുമ്മാവാ, നമുക്ക് ഉണ്ടാക്കിക്കൂടെ അടിപൊളിയായിട്ട്. അവർ കഴിക്കണത് നോക്കിയിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതാ കണ്ടില്ലേ, ഞാനിത് സാൻഡ്വിച്ച് ആക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു ഐഡിയ തോന്നി, ഇങ്ങനെ ചെയ്താൽ എന്താന്ന്. ജസ്റ്റ് ക്രംസ് ഇട്ടിട്ടില്ല, ഡീപ്പ് ഫ്രൈ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അവളൊക്കെ. അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങളും. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ നമുക്കും അവരെ പോലെ തന്നെ കഴിക്കാമല്ലോ അല്ലേ. പൊളി. ഓക്കെ, അപ്പൊ ഇത് കൊണ്ടുവെക്കട്ടെ, ടേബിളിൽ ഒക്കെ റെഡിയാക്കി വെക്കട്ടെ കേട്ടാ. ബാങ്ക് കൊടുക്കാനായി. അങ്ങനെ മക്കൾക്കും ഹസ്ബൻഡിനൊക്കെ ഫ്രൂട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എനിക്കുള്ള പോർഷൻ ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഞാൻ പോർഷൻ മാറ്റി വെക്കാൻ കാരണം എന്താ വെച്ചാൽ അവരെ കൂടെ ആ പ്ലേറ്റിൽ നിന്ന് കഴിക്കുമ്പോൾ ഒരുപാട് കഴിച്ചു പോകും. അപ്പോൾ ഒരുപാട് കഴിച്ചു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് പോർഷൻ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കാറായി. എൻ്റെ ഫുഡ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ബ്രെഡ് പോക്കറ്റ് റെഡിയായി, സമൂസ റെഡിയായി, ഫ്രൂട്ട് കട്ട് ചെയ്തത്, ജ്യൂസ് ഒക്കെ റെഡിയായി. ഇതാ എൻ്റെ പ്ലേറ്റും ഇവിടെ റെഡിയായി. ഇതാണ് ഞാൻ നോമ്പ് പറക്കുമ്പോൾ കഴിക്കുന്ന എൻ്റെ ഫുഡ് കേട്ടോ. പിന്നെ ബാങ്ക് കൊടുക്കാൻ കാത്തിരിക്കലായി എല്ലാവരും. അപ്പോൾ ഞാനും മോനും കൂടി പുറത്ത് പോയിരുന്നു. ബാങ്ക് കൊടുത്തപ്പോൾ അതിന് വന്ന് നോമ്പ് വറക്കുകയാണ് കേട്ടോ എല്ലാവരും കൂടെ കൂടിയിട്ട്. അപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ചീസ് സമൂസ. അത് കാരണമാണ് ഞാൻ മെയിനായി ഉണ്ടാക്കിയത്. ബ്രെഡ് പോക്കറ്റും നന്നായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അവർ നോമ്പ് എടുക്കുമ്പോൾ, നോമ്പ് പറന്നു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ മാക്സിമം നോക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ചെറുതിന് അങ്ങനെ എല്ലാ ഫുഡും അങ്ങനെ പെട്ടെന്ന് പറ്റൂല. വലുത് പിന്നെ ഓക്കെയാണ്. ചെറുതിന് കുറച്ച് വിശ്വാസമുണ്ട് ഫുഡിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എന്തായാലും ഞാനിതാ ഇവിടെ എൻ്റെ ബ്രെഡ് പോക്കറ്റ് കഴിച്ചു നോക്കുകയാണ്. അടിപൊളിയായിട്ട് വന്നിട്ടില്ലേ, നല്ല രസമില്ലേ. അപ്പോൾ ഇതാ ഞാൻ കഴിച്ചു നോക്കുകയാണ്. അടിപൊളി ടേസ്റ്റാണ്. ഇതിപ്പോൾ എണ്ണയിൽ മുക്കി പൊരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ട് നമ്മളെ ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് പറ്റുന്ന രീതിയിൽ അടിപൊളിയായിട്ട് ഇതാ ഞാനിവിടെ ബ്രെഡ് പോക്കറ്റ് എങ്ങനെ ചെയ്യാന്നുള്ളത് കാണിച്ചു തന്നെ. അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതെന്തത് ഇതെന്താണാ? അപ്പോൾ ഇതാ നോമ്പൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ആയിട്ട് സ്ട്രോബെറി യോഗേർട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ബബ്ബി മോനും. ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാണ് യോഗേർട്ട്. എനിക്കും എൻ്റെ മൂത്താൾക്കും അത്രക്ക് അങ്ങോട്ട് പിടിക്കില്ല ഈ യോഗേർട്ട്. ഇവർ രണ്ടാളും ജീവനാണ്, അതാണ് രണ്ടാളും കൂടി കഴിക്കുന്നത്. അങ്ങനെ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ.